കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ കല്ലടയാർ പാദസരം തീർക്കുന്ന ഒരു ഭൂമികയുണ്ട്, കുരിയോട്ടുമല. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും അധീനതയിൽ ഇവിടെ ഒരു നല്ല ഫാം പ്രവർത്തിക്കുന്നുണ്ട്. പൈക്കളും ആടുകളും മുയൽക്കുട്ടന്മാരും പച്ചപ്പുൽമേടുകളും തീർക്കുന്ന ഒരു സുന്ദര സ്വർഗം. അവിടേക്കാണ് ഇന്ന് ഹരിതസുന്ദരത്തിൻ്റെ ക്യാമറ മിഴി തുറക്കുന്നത്. കാണാം കുരിയോട്ടുമലയിലെ ഹൈടെക് ദ്വാരക. മലയോരത്തേക്കാണ് ഇത്തവണ യാത്ര. 350 cc ഭീമൻ തന്നെയാകട്ടെ ശരണം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മലയോരത്ത് വന്നാൽ കാഴ്ചകൾ അനവധി കാണാം. മയിൽപക്ഷികളാണ് ഞങ്ങളെ വരവേറ്റത്. അച്ചൻകോവിലാർ നീണ്ടു പോകുന്ന കാഴ്ചകൾ നോക്കി മയിലമ്മമാർ വിശ്രമിക്കുന്നു. മേടം കഴിഞ്ഞ് ആകാശം ചെറുതായൊന്ന് ഇരുണ്ടിട്ടുണ്ട്. അതിൻ്റെ സന്തോഷത്തിലാണ് മയിലമ്മമാർ. ആകാശത്ത് മാരിവിൽ പ്രതീക്ഷിച്ച് അവരും കാത്തിരിക്കുന്നു. കിഴക്കൻ മലയോരത്തിൻ്റെ വിസ്തൃതി കടലിനക്കരെ എത്തിച്ചതിൽ സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിന് വലിയൊരു പങ്കുണ്ട്. അച്ചൻകോവിലാറിൻ്റെ തീരത്ത് കിഴക്കൻ മലയോരത്താണ് വകുപ്പിൻ്റെ കുരിയോട്ടുമല ഫാം. അന്നത്തെ കുരിയോട്ടുമലയല്ല ഇന്ന്. മഹിഷങ്ങളുടെ വാസസ്ഥാനമായിരുന്നു അന്ന് കുരിയോട്ടുമല. കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാം എന്നായിരുന്നു ഈ സ്ഥലം അറിയപ്പെട്ടത്. കാലം കഴിഞ്ഞപ്പോൾ കുരിയോട്ടുമലയും മാറി. ഇന്നിപ്പോൾ കുരിയോട്ടുമല ഹൈടെക് ഫാമാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളോടെ കുരിയോട്ടുമല ഉടനടി ഒരു ദ്വാരകയായി മാറും. മഹിഷങ്ങളുടെ സ്ഥാനത്ത് പൈക്കൾ വന്നു. പൈക്കൾക്ക് പാർക്കാൻ വിശാലമായ കൂടാരങ്ങൾ. ഒന്നും രണ്ടുമല്ല, 100 കടക്കും പൈക്കളുടെ സംഖ്യ. വൻമരങ്ങൾ തണൽ തീർക്കുന്ന വിശാലമായ ക്യാമ്പസിൽ അവർ അങ്ങനെ പരിലസിച്ചു നിൽക്കും. വായുസഞ്ചാരം അനായാസേന സാധ്യമാക്കുന്ന തൊഴുത്തുകളാണ് കുരിയോട്ടുമലയിൽ. അതിനുള്ളിൽ നിൽക്കുന്നവരാകട്ടെ ഉന്നതരായ കറവപ്പശുക്കളും. ഹോൾസ്റ്റെയിൻ ഫ്രീസിയനാണ് ഇവിടെയും താരം. സാക്ഷാൽ അയർലൻഡുകാരാണ് ഹോൾസ്റ്റെയിൻ ഫ്രീസിയൻ. കറുപ്പും വെള്ളയും സൗന്ദര്യവുമായി മുന്നിൽ നിൽക്കുന്ന പൈക്കൾ. വർഷം മുഴുവൻ കറവ കിട്ടും എന്നതാണ് മേന്മ. പാലിന് അല്പം കൊഴുപ്പ് കുറയുമെങ്കിലും പാലളവിൽ മുന്നിൽ തന്നെയാണ് ഹോൾസ്റ്റെയിൻ. കൂട്ടത്തിൽ നല്ല ചെമ്പൻ തവിടിൻ്റെ നിറമുള്ള സുന്ദരികളുണ്ട്. ഇംഗ്ലീഷ് ചാനലിൻ്റെ ജേഴ്സി പൈക്കൾ. നെറ്റിത്തടം പാത്രം പോലെ കുഴിഞ്ഞിരിക്കുന്ന ജേഴ്സി പൈക്കൾ പാൽക്കറവയിൽ അധികമൊന്നും മുന്നിലല്ല. എങ്കിലും പാൽക്കൊഴുപ്പിൽ അവർ മുന്നിലാണ് താനും. ഇവർക്കിടയിൽ കേരള കാലാവസ്ഥയ്ക്കിണങ്ങിയ സുനന്ദിനിയെ സൃഷ്ടിച്ചത് സാക്ഷാൽ ഇൻഡോസിസ് പ്രോജക്റ്റാണ്. കൂട്ടത്തിൽ അവരും വേണം. പൈക്കൾക്ക് മെഷീനിലാണ് കറവ. സഹകരിക്കാത്തവർക്ക് കൈക്കറവയും ഉണ്ട്. പാലളന്നാൽ അത് ശുദ്ധമായി അരിച്ച് ഉടനടി തൂക്കം നോക്കുന്നതാണ് കുരിയോട്ടുമലയിലെ നടപടിക്രമം. കുരിയോട്ടുമല ഫാമിനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് വികസിപ്പിച്ചതിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തിന് നിർണായകമായ സ്ഥാനമുണ്ട്. കുരിയോട്ടുമലയിലെ പാൽ കുരിയോട്ടുമല ഫാം ഫ്രഷ് മിൽക്ക് എന്ന രീതിയിൽ ഉപഭോക്താക്കൾക്ക് എത്തുന്നുണ്ട്. പാൽ കറന്നാൽ ഉടൻ തന്നെ വലിയ ശീതീകരണികളിലേക്ക് മാറ്റുകയാണ് ആദ്യപടി. തുടർന്ന് ഫാം ഫ്രഷ് മിൽക്ക് അപ്പോൾ തന്നെ പാക്ക് ചെയ്യുന്ന സംവിധാനമാണ് കുരിയോട്ടുമലയിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യകളുണ്ട്. പുറത്ത് മുദ്രണം ചെയ്ത 1/2 ലിറ്റർ കൊള്ളുന്ന കവറുകളിൽ ഉടനടി പാൽ എത്തും. പാലിന് ആവശ്യക്കാരെ കാത്തിരിക്കേണ്ട കാര്യമേയില്ല. ഹൈടെക് ഫാമിൻ്റെ വാതിലിൽ തന്നെ വലിയ ഒരു സെയിൽസ് കൗണ്ടർ തുറന്നിരിക്കുന്നു. സമീപവാസികളും പാൽപ്രേമികളുമൊക്കെ ചേർന്ന വലിയ ഒരു പട തന്നെ പാൽ വാങ്ങിക്കാൻ മുന്നിലുണ്ട്. കച്ചവടം തകൃതിയാണ്, ആദായവും. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സാണ് കുരിയോട്ടുമല ഫാമിൻ്റെ ഈ രീതിയിലുള്ള വികാസത്തിന് കാരണമായത്. ഫാം ഫ്രഷ് മിൽക്ക്, പാൽ ഉൽപ്പന്നങ്ങൾ, വിവിധ കൗണ്ടറുകൾ ഇവയൊക്കെയായി ഇനിയും വലിയ വികസന സ്വപ്നങ്ങൾ ഫാം കാത്തിരിക്കുകയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജഗദമ്മ ടീച്ചർ ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. അവിടെ ഇപ്പം നിലവിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ നാളിതുവരെ നടപ്പിലാക്കുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ട പദ്ധതികൾ അത്രത്തോളം പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് എത്തിക്കുക എന്ന നമ്മുടെ ലക്ഷ്യം കൈവരിക്കാൻ ഇനിയും പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഇതിനിടയിലാണ് ഹൈടെക് ഫാമാക്കി അത് ഉയർത്തുന്നതിനുള്ള അവസരങ്ങൾ നമുക്ക് വന്നു കൂടുകയും ഏകദേശം ഹൈടെക് ഫാമിൻ്റെ പ്രവർത്തനം അതിൻ്റെ പൂർണ്ണഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രകൃതി രമണീയമാണ് കുരിയോട്ടുമലയിലെ കാഴ്ചകൾ. കണ്ണെത്താ ദൂരത്തോളം നിരന്നുകിടക്കുന്ന പുൽമേടുകൾ. അങ്ങകലെ ഒരു മായക്കാഴ്ച പോലെ കിഴക്കൻ മലകൾ കാണാം. വിശാലമായ നീലാംബര പന്തലിന് താഴെ വൻമരങ്ങൾ കുടപിടിക്കുന്ന തണലൊത്ത ഭൂമിയിലാണ് കുരിയോട്ടുമല. എവിടെ നിന്നാലും അച്ചൻകോവിലാറിന്റെ പാദസരക്കിലുക്കം കേൾക്കാം. പാലും ആട്ടിൻകുട്ടികളും മുയൽക്കുട്ടന്മാരുമൊക്കെയായി വിലസുന്ന ഈ ഭൂമികയിലേക്ക് സഞ്ചാരികൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ.
അത്തരത്തിലൊരു സ്വപ്നം കൊല്ലം ജില്ലാ പഞ്ചായത്തും ആലോചിക്കുന്നുണ്ട്. ഫാം ടൂറിസം സാധ്യതകളാണ് ഇനി വരാൻ പോകുന്നത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവശങ്കരപിള്ള പ്രതികരിക്കുന്നു. എപ്പോഴും മാതൃകയാകുന്നതിലൂടെ മാത്രമേ ജനങ്ങളെ ആകർഷിക്കാനും നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും കഴിയും. ആ നിലയിൽ തന്നെയാണ് കുരിയോട്ടുമല ഫാമിൻ്റെ കാര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. ആ ഫാം പ്രകൃതി കനിഞ്ഞരളിത്തന്ന ഒരു പ്രദേശമാണ്. ആ ഫാമിൻ്റെ പ്രവർത്തനത്തിൽ മൃഗ സംരക്ഷണത്തിനും പരിപാലനത്തിനും ആണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഇതിന് അനുബന്ധമായി ചില പരിപാടികൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ കർഷകരെ സന്ദർശിക്കുന്നതിനും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അതേപോലെ തന്നെ അവർക്ക് കൃഷിക്ക് പ്രചോദനമാകത്തക്ക നിലയിൽ മൃഗ സംരക്ഷണത്തിന് പ്രചോദനമാകത്തക്ക നിലയിൽ ആ ഫാമിൻ്റെ പ്രവർത്തനം മാറ്റുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത്. അതിന് ഫാം ടൂറിസം എന്നുള്ളത് ഒരു പ്രധാന പരിപാടിയായി ഞങ്ങൾ കാണുന്നു. ഫാം ടൂറിസം എന്നുള്ളത് വെറും ഒരു സന്ദർശകർക്കുള്ള വെറും ആസ്വാദനം എന്ന നിലയിൽ അല്ല അതിനെ കാണുന്നത്. മൃഗസംരക്ഷണവും പരിപാലനവും എങ്ങനെയാണ്, മൃഗസംരക്ഷണത്തോടൊപ്പം തന്നെ കൃഷിയുമായി കൂട്ടിയിണക്കിക്കൊണ്ട് രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൃഷിക്കാർക്ക് ഒരു നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാകത്തക്ക നിലയിലുള്ള സംവിധാനം ഒരുക്കുന്നതിനാണ് ആലോചിക്കുന്നത്. നല്ല പൈക്കിടാങ്ങൾക്ക് സംരക്ഷണം നൽകുവാൻ കുരിയോട്ടുമല പ്രതിജ്ഞാബദ്ധമാണ്. പൈക്കിടാങ്ങൾ നാളത്തെ വാഗ്ദാനങ്ങളാണ്. ആ രീതിയിലുള്ള സംരക്ഷണം തന്നെ അവർക്ക് ഫാമിൽ കിട്ടുന്നുണ്ട്. വിശാലമായ ക്യാമ്പസിൽ കേരളത്തിന്റെ വലിയ ഒരു സംഭാവന ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അടുത്തിടെ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്ന ഹൈടെക് ഫാം അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളോടെ പൈക്കൾക്കുള്ള ഒരു ഹൈടെക് ദ്വാരക തന്നെയാണ് ഹൈടെക് ഫാം. പൈക്കൾക്ക് പ്രത്യേകം നിൽക്കാനുള്ള സ്ഥലം, ഉലാത്താനുള്ള സ്ഥലം, വെള്ളം കുടിക്കാനും തീറ്റ തിന്നാനുമുള്ള സ്ഥലം, ഇവയെല്ലാം ഒരുങ്ങുന്ന പ്രത്യേക സംവിധാനമാണ് ഹൈടെക് ഫാം. കറവയ്ക്കായി ഇനി അലഞ്ഞുതിരിഞ്ഞു നടക്കേണ്ട, മനുഷ്യസ്പർശമില്ലാത്ത കറവ തന്നെയാണ് ഫാം സാധ്യമാക്കുക. അതിനായി വലിയ മിൽക്ക് പാർലറുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. മീൻമുള്ളിന്റെ ആകൃതിയിലുള്ള ഹെറിംഗ് ബോൺ സംവിധാനത്തിലാണ് പൈക്കൾക്ക് കയറി നിൽക്കാൻ സൗകര്യം. വാക്വം പ്രവർത്തനത്താൽ പൂർണ്ണമായും യന്ത്രസഹായത്തിൽ നടക്കുന്ന കറവ ശുചിത്വമുള്ള പാലിന്റെ ഉൽപ്പാദനം സാധ്യമാക്കും. 10-20 ലിറ്റർ പാലുള്ള പൈക്കളെ കറക്കാൻ കേവലം 5 മിനിറ്റ് മതി എന്ന പ്രത്യേകതയുമുണ്ട്. പൈക്കളുടെ കഴുത്തിൽ ഘടിപ്പിച്ച ട്രാൻസ്പോണ്ടർ വഴിയുള്ള സന്ദേശങ്ങളിലൂടെയാണ് ഹൈടെക് ഫാം പ്രവർത്തിക്കുക. തങ്ങൾക്ക് എത്ര തീറ്റ വേണം, എന്താണ് തങ്ങളുടെ ആരോഗ്യസ്ഥിതി എന്നിവയെല്ലാം പൈക്കൾ അറിയിക്കുന്ന മുറയ്ക്ക് നടപടിക്ക് സംവിധാനമുണ്ട് എന്നത് ഹൈടെക്കിന്റെ മേന്മയാണ്. 5000 ലിറ്റർ പാൽ കൊള്ളുന്ന വലിയ പാൽ ശീതീകരണികൾ കൂടി ഹൈടെക് ഫാമിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹൈടെക് ഫാം സാധ്യമാകുന്നതോടെ കുരിയോട്ടുമല വലിയ ഒരു പാൽ നഗരമായി മാറും എന്നതിൽ സംശയമില്ല. വിശാലമായ ക്യാമ്പസിൽ പൈക്കൾക്ക് കൂട്ടായി ആടുകൂടാരമുണ്ട്. ആടുകൂടാരത്തിലും വരും 50ഓളം വരുന്ന ആടുകളുടെ സംഖ്യ. ഒക്കെയും മലബാറി ഇനങ്ങളാണ്. മലബാറിയാട് അഥവാ തലശ്ശേരിയാട് എന്ന ആട്ടിനത്തിനാണ് കേരളത്തിൽ 1ാം സ്ഥാനം. അറേബ്യൻ വ്യാപാരികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഇനം നമ്മുടെ നാട്ടിലെ നാടൻ ഇനങ്ങളുമായി സംയോജിച്ചുണ്ടായതാണത്രേ മലബാറി. ഒറ്റപ്രസവത്തിൽ 2-3 കുട്ടികളെ ലഭിക്കും എന്നതാണ് മലബാറി ആടുകളുടെ മേന്മ. ഇറച്ചിക്കാകട്ടെ കിഴക്കൻ രാജ്യങ്ങളിൽ പാകിസ്ഥാൻ മട്ടനേക്കാളും പ്രശസ്തി. എന്തും തീറ്റയാക്കുന്നവരാണ് ആടുകൾ. കുറ്റിച്ചെടികളും പുൽവർഗ്ഗങ്ങളും യഥേഷ്ടം വിളയുന്ന കുരിയോട്ടുമലയിലെ ഭൂമിയിൽ അവർ സസുഖം വാഴും. തടി പ്ലാറ്റ്ഫോമിലാണ് ആടുകളുടെ കൂടുകൾ തീർത്തിരിക്കുക. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ വലിയ റെയിൽസുകൾ അതിർവരമ്പായി നിൽക്കുന്ന ആട്ടിൻകൂട്ടിൽ നിന്നാൽ പ്രകൃതി യഥേഷ്ടം കാണാം. വായുസഞ്ചാരം അനായാസമാക്കുന്ന തൊഴുത്തുകളും വളം ശേഖരിക്കാനുള്ള സംവിധാനവുമൊക്കെ ചേർന്ന് ആടിൻകൂടിന് പുതിയ ഒരു സാങ്കേതികത തന്നെ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ മുയൽക്കുട്ടന്മാരുണ്ട്. സോവിയറ്റ് ചിഞ്ചിലയും ന്യൂസിലൻഡ് വൈറ്റും ഗ്രേ ജയന്റുമൊക്കെ ചേർന്നതാണ് മുയൽക്കൂട്ടം. അടുത്ത രക്തബന്ധമുള്ളവരെ ഇണചേർപ്പിക്കുകയില്ലാത്ത സംവിധാനമാണ് മുയൽക്കൂട്ടിൽ പരീക്ഷിക്കുന്നത്. ഫലമോ മുയലുകളുടെ ചൈതന്യമുള്ള കുഞ്ഞുങ്ങളുടെ പിറവി സാധ്യമാക്കും. ന്യൂസിലൻഡ് വൈറ്റ് മിടുക്കന്മാരാണ്. പഞ്ഞിക്കെട്ട് പുതച്ച പോലെയുള്ള രോമരാജിയാണ് ഇവരുടേത്. ചോരചുവപ്പൻ കണ്ണുകളും എപ്പോഴും ചലിക്കുന്ന ചെവികളുമായി ഇവർ ആരെയും ആകർഷിക്കും. സോവിയറ്റ് ചിഞ്ചിലയ്ക്ക് ഒരു റഷ്യൻ ചായ തന്നെയുണ്ട്. കട്ടി രോമപ്പുതപ്പ് അത് വിളംബരം ചെയ്യും. ഇറച്ചിമുയലുകളിൽ ഭീമന്മാർ തന്നെ സോവിയറ്റ് ചിഞ്ചില. ഏതാണ്ട് 6 മാസം കൊണ്ട് തന്നെ ഇറച്ചിപ്പരുവമാകാൻ
ഇവർക്കാകും. പ്രസവത്തിലും പിന്നോട്ടല്ല. 8 മുതൽ 12 വരെ കുഞ്ഞുങ്ങളാണ് ഒരു പ്രസവത്തിൽ. ഇറച്ചിക്കായി പ്രത്യേകം സൃഷ്ടിച്ച ഭീമന്മാരാണ് ഗ്രേ ജയന്റ്. ഗ്രേ ജയന്റ് മുയലുകൾക്കായി പ്രത്യേക ബ്രീഡിംഗ് സംവിധാനം തന്നെ കുരിയോട്ടുമല ഫാമിലുണ്ട്. മുയലുകൾക്ക് അഡ്വാൻസായി ബുക്ക് ചെയ്യുന്നവർ ധാരാളമാണ്. കർഷകരുടെ ആശ്രയ കേന്ദ്രം തന്നെയാണ് ഇന്ന് കുരിയോട്ടുമലയിലെ മുയൽ ഫാം. മൃഗസംരക്ഷണ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കുരിയോട്ടുമല ഫാമിൽ ഇനിയും ധാരാളം വികസന പദ്ധതികൾ സർക്കാർ സ്വപ്നം കാണുന്നുണ്ട്. കിഴക്കൻ മലയോരത്തിന്റെ മടിത്തട്ടിലുള്ള ഈ ഭൂമികയിൽ ധാരാളം വികസന സാധ്യതകളുണ്ട്. ഒക്കെയും കേരളത്തിലെ കർഷക സമൂഹത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുവാനാണ് പദ്ധതി. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബി ബാഹുലേയൻ പ്രതികരിച്ചു. കുരിയോട്ടുമല ബഫലോ ബ്രീഡിംഗ് ഫാമിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതിലെ നിലവിലവിടെ 750 ലിറ്റർ പാല് ഒരു ദിവസം ഫാം ഫ്രഷ് മിൽക്ക് എന്നുള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്ത് വിതരണം ചെയ്യുന്നുണ്ട്, പാക്കറ്റിലായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 240 പശുക്കളുടെ പുതിയ ഹൈടെക് ഡയറി ഫാം വരുമ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ പാലെത്തിക്കാൻ കഴിയും. അതുകൂടാതെ കുരിയോട്ടുമല ഫാമിലെ ഈ ഡയറി ഫാം കൂടാതെ ഗോഡ് ഫാം, റാബിറ്റ് ഫാം, അതുപോലെ 4000 കോഴിക്കുഞ്ഞുങ്ങളെ ഒരാഴ്ചയിൽ വിരിയിച്ചിറക്കാൻ കഴിയുന്ന ഹാച്ചറി, ഇതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു ചാണകത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റും അവിടെ പ്രവർത്തിക്കുന്നു. ഡയറി ഫാമോ അല്ലെങ്കിൽ ഗോഡ് ഫാമോ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് അത് കണ്ട് മനസ്സിലാക്കുന്നതിനുള്ള മോഡൽ യൂണിറ്റുകൾ അവിടെ തുടങ്ങാനായിട്ട് ഉദ്ദേശമുണ്ട്. അപ്പോൾ അത് അവർക്ക് വന്ന് കണ്ടിട്ട് ഒരു കാറ്റിൽ ഷെഡ് എങ്ങനെ നിർമ്മിക്കണം, അതുപോലെ അതിൻ്റെ തീറ്റക്രമം എങ്ങനെ ചെയ്യണം, എങ്ങനെ തീറ്റ കൊടുക്കണം, അതിനുള്ള പരിശീലനം, കറവ മുതലായ കാര്യങ്ങളിൽ പരിശീലനം കൂടെ കൊടുക്കുന്നതിനുള്ള സംവിധാനം കുരിയോട്ടുമല ഫാമിൽ. നിലവിൽ നമുക്ക് കർഷകർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഈ പശുക്കുട്ടികളെയോ അല്ലെങ്കിൽ ആട്ടിൻകുട്ടികളെയോ മുയൽ കുഞ്ഞുങ്ങളെയോ കിട്ടുന്നതിന് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയ കുറച്ച് മാതൃശേഖരത്തെ നമ്മൾ പുതുതായിട്ട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതൽ പശുക്കുട്ടികളെ, വർഗ്ഗഗുണമുള്ള പശുക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയും കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ കർഷകർക്ക് കൊടുക്കാനായിട്ട് കഴിയും. കുരിയോട്ടുമല ഹൈടെക് ഫാമിന് ഒരു അനുബന്ധ സ്ഥാപനം കൂടിയുണ്ട്. തൊട്ടടുത്ത് ആയൂർ തോട്ടത്തറയിലുള്ള ഹാച്ചറിയാണിത്. ഒരു കാലത്ത് സെറികൾച്ചർ വിഭാഗം പ്രവർത്തിച്ചിരുന്ന ഇന്നിവിടെ കുക്കുടങ്ങളുടെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ഒക്കെയും കൊല്ലം ജില്ലയിൽ വിതരണം ചെയ്യാൻ ആവശ്യമായ കോഴിക്കുഞ്ഞുങ്ങൾ. അടുക്കളമുറ്റത്തെ കോഴി വളർത്തൽ സംവിധാനത്തിനായി ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പ് വിതരണം ചെയ്യുന്ന കോഴിക്കുഞ്ഞുങ്ങളേറെയും പിറവി കൊള്ളുന്നത് ആയൂർ തോട്ടത്തറയിലാണ്. വലിയ ഹാച്ചറികളും സെറ്ററുകളുമാണ് ഹാച്ചറിയിൽ പ്രവർത്തിക്കുക. ആഴ്ചയൊരിക്കൽ 10,000 മുട്ടയോളം വിരിയിക്കുന്ന സംവിധാനമാണ് ഇവിടെയുള്ളത്. ഗ്രാമപ്രിയയും ഗ്രാമശ്രീയും കൈരളിയുമൊക്കെ ഇവിടെ വിരിഞ്ഞിറങ്ങുന്നു. ബാംഗ്ലൂരിലെ സെൻട്രൽ പൗൾട്രി ഡെവലപ്മെന്റ് ഓർഗനൈസേഷനിലെ മുട്ടകളും മൃഗസംരക്ഷണ വകുപ്പ് ആയൂർ തോട്ടത്തറയിൽ എത്തിക്കുന്നുണ്ട്. കലിംഗ ബ്രൗൺ ഇനമാണ് ഇതിൽ പ്രധാനം. അടുക്കളമുറ്റത്ത് വളർത്താൻ പറ്റിയ കോഴികൾ തന്നെയാണ് കലിംഗ ബ്രൗൺ. ആഴ്ചതോറും 10,000 എന്നുള്ള സംഖ്യ ആഴ്ചയിൽ 1,00,000 തയ്യാറെടുപ്പിലാണ് മൃഗസംരക്ഷണ വകുപ്പ്. കുരിയോട്ടുമലയിലും തോട്ടത്തറയിലുമായി വകുപ്പിന്റെയും കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെയും കാർഷിക തേരോട്ടം അങ്ങനെ അന്യൂനം തുടരുകയാണ്. കർഷകരും പൊതുജനങ്ങളും ഇന്ന് ഏറെ ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിൽ എല്ലാത്തിനും ഒരു സർക്കാർ ടച്ചുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ മൃഗസംരക്ഷണ കേന്ദ്രമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനത്തിൽ മറ്റൊരു സർവകലാശാല കോഴ്സുകൂടി ആരംഭിക്കാൻ പദ്ധതിയുണ്ട്. തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക് കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ പരിശീലനം നൽകുന്ന ചില കോഴ്സുകൾ കൂടി ഉടൻ ആരംഭിക്കുന്നുണ്ട്. ഫാം സൂപ്രണ്ട് ഡോക്ടർ PS ശ്രീകുമാർ ഫാം പ്രവർത്തനങ്ങളെക്കുറിച്ച് ഹരിതം സുന്ദരത്തോട് പ്രതികരിച്ചു. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് 3 കോഴ്സുകൾ ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയും ആയിട്ടുള്ള ബോർഡ്, വെറ്ററിനറി യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ആ കോഴ്സുകൾ പാസ്സാക്കുകയുണ്ടായി. ജൂൺ മാസത്തിൽ തന്നെ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ട് യുവതി യുവാക്കൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിലേക്കായി കോഴ്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായി കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി ബോർഡ് ഞങ്ങൾക്ക് 3 കോഴ്സുകൾ അനുവദിച്ചു തന്നു കഴിഞ്ഞു. 10ാം തരം പാസ്സായ കുട്ടികൾക്കായി കമേഴ്സ്യൽ ഡയറിയിങ്, അതിനെക്കുറിച്ചൊരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കോഴ്സ്, 6 മാസം നീണ്ടു നിൽക്കുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ്. 2 ഡയറി എൻ്റർപ്രണർഷിപ്പ്, 3 പൗൾട്രി എൻ്റർപ്രണർഷിപ്പ്. ഈ 3 കോഴ്സുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഹൈടെക് ഫാം നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുകയാണ്. വരുന്ന മാസം തന്നെ അതിൻ്റെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ 800 ലിറ്റർ മാത്രം ഉൽപ്പാദനശേഷിയുള്ള കുരിയോട്ടുമല ഫാമിൽ ഹൈടെക് ഫാം പ്രവർത്തനം ആരംഭിക്കുന്നതോടുകൂടി അതിൻ്റെ ഉൽപ്പാദനശേഷി 3000 മുതൽ 3500 ലിറ്റർ വരെ ആകുന്നതാണ്. അത്തരത്തിൽ പാൽ ഉൽപ്പാദനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിൽ ആകമാനം
ഈ പറഞ്ഞ ബഫലോ ബ്രീഡിംഗ് ഫാമിൻ്റെ ഫാം ഫ്രഷ് മിൽക്ക് ലഭ്യമാക്കുക എന്നുള്ളൊരു ദൗത്യം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയും. ഹൈടെക് ഫാമിൻ്റെ യന്ത്രസജ്ജീകരണങ്ങളെന്ന് പറയുമ്പോൾ അത് ഒരു യന്ത്രസജ്ജീകരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിൽക്കിംഗ് പാർലറും, അതായത് അനിമൽസിന് കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ട് പാൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, ഉൽപ്പാദനശേഷി കൂടുതലായിട്ടുള്ള 240 പശുക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രവർത്തനമാണ് ഹൈടെക് ഫാമിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഹൈടെക് ഫാമിൽ കന്നുകാലികൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യവും അവരെ യാതൊരു രീതിയിലുള്ള കെട്ടുപാടുകളില്ലാതെ അഴിച്ചുവിട്ട് വളർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പാദനം പൂർണ്ണമായും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 16 പശുക്കളെ ഒരേ സമയം കറക്കുന്നതിനുള്ള മിൽക്കിംഗ് പാർലർ, അവർക്ക് ആവശ്യമായ TMR ടോട്ടൽ മിക്സഡ് റേഷൻ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഹൈടെക് ഫാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാലിൻ്റെ വിപണനം നമ്മുടെ ഫാമിൻ്റെ മുൻവശത്തായി സജ്ജീകരിച്ചിരിക്കുന്ന സെയിൽസ് കൗണ്ടർ വഴിയാണ് നടപ്പാക്കുന്നത്. 1 ലിറ്റർ പാലിന് 42 രൂപയാണ് വില. 1/2 ലിറ്റർ പാക്കറ്റുകളായിട്ടാണ് അവ വിൽക്കുന്നത്. 21 രൂപയാണ് അതിൻ്റെ വിൽപ്പന വില. രാവിലെ 6 മണി മുതൽ 7:45 വരെയും വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെയാണ് പാലിൻ്റെ വിൽപ്പന ക്രമീകരിച്ചിരിക്കുന്നത്. ആട്ടിൻകുട്ടികളെയും മുയൽക്കുഞ്ഞുങ്ങളെയും ഫാമിൽ ബുക്ക് ചെയ്യുന്നതിൻ്റെ മുൻഗണനാ ക്രമത്തിലാണ് വിൽക്കുന്നത്. 1400 രൂപയാണ് ആട്ടിൻകുട്ടിയുടെ വില. എന്നാൽ മുയലിൻ്റെ വില 150 രൂപയാണ്. പെയറിന് 300 രൂപയുമാണ്. ബുക്ക് ചെയ്യുന്നതിന് സൂപ്രണ്ട് ബഫലോ ബ്രീഡിംഗ് ഫാം കുരിയോട്ടുമല എലിക്കാട്ടൂർ PO എന്ന അഡ്രസ്സിൽ കത്തയക്കേണ്ടതും സ്ഥലം വെറ്ററിനറി സർജനിൽ നിന്നും ഒരു ശുപാർശ കത്ത് ഉൾപ്പെടെ വേണം ഇത് അയക്കേണ്ടത്. അവധിയില്ലാത്ത പരിശ്രമങ്ങളും അർപ്പണബോധമുള്ള മനസ്സുകളും എന്നും വലിയ വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം വലിയ വിപ്ലവങ്ങളുടെ മേച്ചിൽപ്പുറമാണ് ഇന്ന് കുരിയോട്ടുമല. അവിടെ മാറ്റങ്ങൾക്കായുള്ള ഇടി എന്നും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. നേരാം ഭാവുകങ്ങൾ.